വെൽക്കം ബാക്ക് ടു എഡ്യു വാലറ്റ്. +2 കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയി എന്നറിയാം, എനിക്ക് ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ലേറ്റ് ആയത്. പക്ഷേ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ന് വീഡിയോസ് ഇടുന്നുണ്ട്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാനും മറക്കണ്ട. അതേപോലെ ഞാൻ ഓൾറെഡി കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ തപ്പി നടക്കണ്ട. താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. അത് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ. അവിടെ ഷുവർ ക്വസ്റ്റ്യൻസുകളെല്ലാം ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. അത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ പാഠങ്ങളും ക്ലബ് ചെയ്ത് ഞാനിപ്പോൾ കെമിസ്ട്രി ആദ്യത്തെ 4 പാഠങ്ങളാണ് മിക്ക കുട്ടികൾക്കും പരീക്ഷയ്ക്കുള്ളത്. മെജോറിറ്റി എല്ലാവർക്കും ആദ്യത്തെ 4 പാഠമാണ്. കോർഡിനേഷൻ, കോമ്പൗണ്ട്സ് ഇല്ല എന്ന് കുറേ കുട്ടികൾക്ക് പറയുന്നുണ്ട്. കുറേ പേർക്ക് ആ ചാപ്റ്റർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 4 പാഠം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് എല്ലാവരുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെക്കുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ലാസ്റ്റ് വരെയും കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് കെമിസ്ട്രി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് നോക്കുക, ഞാൻ പറയുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഒപ്പം പഠിക്കാൻ, നമുക്ക് ഒപ്പം ചെയ്ത് പഠിക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാതാണ് എനിക്ക് ആകെ പറയാനുള്ളൂ. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് വന്നിരിക്കും എന്ന് 100% പറയുന്നു. അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിറൈവ് an expression for half life period of a first order reaction. ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഡീവിയേഷൻസും, ഫോണാണെങ്കിൽ ഫോൺ വേണം, വേറെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു പ്രൈവസി ഉള്ള ഒരു റൂമിൽ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് എൻ്റെ ഒപ്പം നിങ്ങൾ പഠിക്കുക. വേറെ ഒന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. ഓക്കെ, വേറെ ഒക്കെ മാറ്റി വെച്ച് ഇതിലെ ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് പഠിച്ചു പൊക്കോ. അവസാനം വരും ഒപ്പം പോട്ടെ കേട്ടോ. ഇവിടുത്തെ ചോദ്യം ഇത് ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് നമ്മുടെ ചോദ്യം. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എടുക്കുക, ആ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഡിറൈവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് ഓർഡർ എന്ന് കണ്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ എന്താ? ഇതിന് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നാണ് നമ്മൾ ഇതിന്റെ പേര് വിളിക്കുക കേട്ടോ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K = 2.303/T log R0/R. ഇതിന്റെ ഡെറിവേഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ. അപ്പൊ അതറിയാത്തവരുണ്ടാവാം, ഞാൻ ആ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളതൊക്കെ എല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ആ ചാനലിൽ ഉണ്ടാവുള്ളൂ. ഓരോന്ന് കാണാം. ഇനി ഒരു 5-6 വീഡിയോസ് ആണ് നിങ്ങൾക്ക് അതിൽ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിൽ നമ്മൾ ആദ്യം എഴുതി വെക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? K = 2.303/T log R0/R. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നമുക്കവിടെ ഹാഫ് ലൈഫ് ആണ് വേണ്ടത്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ പകുതിയാവാൻ എടുക്കുന്ന സമയമാണ്. R0 എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇപ്പൊ തുടക്കത്തിൽ 1 കിലോ അരി ഞാൻ ചോറ് വെക്കാൻ വേണ്ടി എടുത്തു. 1 കിലോ അരി, അതാണ് 1 കിലോ എന്നുള്ളതാണ് അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അത് പകുതി ആവാൻ എടുക്കുന്ന സമയം, 1 കിലോ അരി 1/2 കിലോ അരി ആവാൻ എടുക്കുന്ന സമയം, അതാണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ. സോ ഡെഫിനേഷൻ പഠിക്കണം. എന്താണ് ഹാഫ് ലൈഫ് എന്ന് 1 മാർക്കിന് ചോദിക്കും. ഈ ഡെഫിനേഷൻ ഇപ്പൊ തന്നെ പഠിച്ചോ കേട്ടോ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ T½ ആണ്. ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് the concentration of a reactant to half of its initial concentration. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇതാണ് R0, ഇതിന്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം. അപ്പോൾ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ്, കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് R. ഇത് എന്താവണം? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി, R0/2 ആവണം. ഈ ഡെഫിനേഷൻ പഠിച്ചോളൂ. ഇപ്പൊ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കാണാണ്ട് പറഞ്ഞു നോക്കുക. ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്താവണം? It is the time required to reduce
concentration of reactants to half of its initial concentration. തുടക്കത്തിൽ എത്രയാണോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താണോ അതിന്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം. അപ്പൊ ഇവിടെ നമ്മൾ R എന്നുള്ളത് R0/2 എന്ന് കൊടുക്കണം. തുടക്കത്തിൽ എടുത്തതിന്റെ പകുതി ആവണം. ടൈം എന്ന് പറയുന്നത് T12. ഇങ്ങനെ തുടക്കത്തിൽ എത്ര എടുത്തോ അതിന്റെ പകുതി ആവാൻ എടുക്കുന്ന സമയം, അതാണ് T12. ഈ രണ്ട് മാറ്റങ്ങൾ ഇവിടെ വരുത്തുക, അത്രേ ഉള്ള സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് K = 2.303/T. Tക്ക് പകരം എന്ത് കൊടുക്കുക? T12 log R0 എന്ന് തന്നെ കൊടുക്കുക. പക്ഷെ ആറിന് പകരം എന്ത് കൊടുക്കണം? R എന്തായി ഇപ്പൊ ഇവിടെ? R എന്നുള്ളത് R0യുടെ പകുതി എന്ന് കൊടുക്കുക. ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? R0യുടെ പകുതി. ഇത് ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ R0 വെട്ടിപ്പോവും. സോ K = 2.303/T12 log എന്താവും? ആ 2 താഴെയുള്ള 2 മുകളിലേക്ക് കയറും. ഇത് വെട്ടിപ്പോയ log 2. log 2ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണം, കാൽക്കുലേറ്ററിൽ ചെയ്താൽ കിട്ടും. സോ K = 2.303 into log 2. log 2 0.301 ആണ്. ഇത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടി K = 2.303 ആണ്. 2.303യും 0.301 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.693/T12. ഇവിടെ നമുക്ക് T12 ആണ് ചോദ്യം, K അല്ല. സോ T12ന് അപ്പുറത്തേക്ക് ഇടാം. T12 = 0.693/K. ഇത് നിങ്ങൾ ബൈ ഹാർട്ടും പഠിച്ചു വെക്കണം. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോസൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. സോ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചോദിച്ചാൽ അത് ഇതാണ്. ഇത് 1 മാർക്കിനും ചോദിക്കും, ഇത് മാത്രം. അപ്പൊ T12 = 0.693/K. ഇത് വെച്ച് ന്യൂമറിക്കൽസ് ചോദിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തൊക്കെ ചെയ്തതെന്ന്. ചിലപ്പോൾ ചോദിക്കുക ഷോ ദാറ്റ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് കോൺസ്റ്റന്റ്. K എന്ന് പറഞ്ഞാൽ ആരാണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു കാണിക്കാൻ? റേറ്റ് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വേറെ ഒറ്റ ആളും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഹാഫ് ലൈഫ് ഫസ്റ്റ് ഓർഡർ എന്ന് കണ്ട ഈ ഡെറിവേഷൻ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ആദ്യം ഇത് പഠിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. K = 2.303/T log R0/R. അവിടെ R-ന് മാറ്റം വരുത്തുക, വിട്ടിക്കളയുക. log 2 പഠിച്ചോളൂ. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.693/T12. സോ T12 = 0.693/K. അത് ബൈ ഹാർട്ടും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ മനസ്സിലായല്ലോ. ആദ്യം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുന്നു. അത് കഴിഞ്ഞ് 2 മാറ്റങ്ങൾ വരുത്താം. Tക്ക് T12 എന്ന് കൊടുക്കുക, R-ന് R0/2 എന്നും കൊടുക്കുക. അതിട്ട് കൊടുക്കുക, വിട്ടിക്കളയുക. log 2 0.301 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.693. ഇതിന്ന് ഈ സെന്റൻസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഹെൽപ്പ് ഇതാവും ചോദിക്കുക, ഷോ ദാറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഫസ്റ്റ് ഓർഡർ ആയോണ്ടാ 0 ഓർഡറിന് ഇതുപോലെ ചോദിക്കാം. ഇതിപ്പോ ഫസ്റ്റ് ഓർഡറിന്റെ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണ് ചോദ്യം. ഇതേപോലെ 0 ഓർഡറിന്റെ ഹാഫ് ലൈഫ് ചോദിക്കും. അത് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം, അത് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ഓർത്ത് വെക്കേണ്ടത്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 0.693/K. ഇതിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വരുന്നില്ല. പക്ഷെ 0 ഓർഡറിൽ വരുന്നുണ്ട്. 0 ഓർഡറിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓർഡർ ആണ് കൂടുതലും ചോദിക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇത് ബൈ ഹാർട്ട് പഠിക്കണേ. 0.693/K. T12 = 0.693/K ഡിപ്പെൻഡിങ് ഓൺ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? അതിന്റെ ഒരു അപ്ലിക്കേഷൻ എഴുതുക. ഓസ്മോസിസും ചോദിക്കും, റിവേഴ്സ് ഓസ്മോസിസ് ഇമ്പോർട്ടന്റ് ആണ്. സോ വെൻ എ പ്രഷർ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ പ്രഷർ വരിക. വെൻ അപ്ലൈഡ് ടു സൊല്യൂഷൻ സൈഡ് ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ഗെറ്റ് റിവേഴ്സ്ഡ്. ഇത്ര എഴുതിയാൽ മതി. ഞാൻ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ് ഇവിടെ. സോ റിവേഴ്സ് ഓസ്മോസിസ് ഇത്രയേ ഉള്ളൂ.
നമ്മൾ മാങ്ങ ഉപ്പിലിട്ടേക്കാന്ന് ആലോചിക്കേ, ഒരു മാങ്ങ ഉപ്പിലിട്ടേക്ക. സോ പുറം ഭാഗം സൊല്യൂഷൻ സൈഡും അതിന്റെ ഉള്ളിലുള്ളത് സോൾവെന്റും ആണ്. അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കാന്നറിയോ? സൊല്യൂഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, നമ്മുടെ ആളുടെ ഉള്ളിലേക്ക് പോകും. അതായത് നൗ ദ പ്യുവർ സോൾവെന്റ് ഫ്ലോ വൺ ഓഫ് ദ സൊല്യൂഷൻ ത്രൂ സെമി പെർമേബിൾ മെമ്പറൈൻ. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്ത് വെക്കുക, ഓസ്മോട്ടിക് പ്രഷർ വലുതാണ്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ പ്രഷർ വന്നു കഴിഞ്ഞാൽ, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുക. എവിടെ അപ്ലൈ ചെയ്യണം? സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോൾവെന്റ് സൊല്യൂഷനിൽ നിന്ന് അപ്പുറത്തേക്ക് പോകും, സോൾവെന്റ് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര എഴുതി വെച്ചു. നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പോൾ മനസ്സിലായില്ല അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവരെ ഇത്ര പഠിച്ചു വെക്കുക. റിവേഴ്സ് ഓസ്മോസിസ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ്, ആരാണ് ഫ്ലോ ചെയ്യുക? ഫ്ലോ ഓഫ് പ്യുവർ സോൾവെന്റ് ഫ്ലോ ചെയ്യും. സോൾവെന്റ് ഫ്ലോ ചെയ്യും. ഇപ്പൊ മാങ്ങയുടെ ഉള്ളിലത്തെ വെള്ളം എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ കുപ്പി, ഭരണി കുപ്പിയിൽ മാങ്ങ ഉണ്ട്, ഇതാണ് മാങ്ങ. സോ മാങ്ങയുടെ ഉള്ളിലത്തെ വെള്ളം എവിടുന്ന് എവിടേക്ക് പോകും? പ്യുവർ സോൾവെന്റ് ഫ്രം സൊല്യൂഷൻ സൈഡിൽ നിന്നാണ്, പുറം ഭാഗത്ത് നിന്ന് മാങ്ങയുടെ ഉള്ളിലേക്ക് പോവുക. അങ്ങനെ സംഭവിക്കില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ പുറമേ നിന്ന് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിന്റെ ഉള്ളിലേക്ക് പോവുക. സോ ഫ്രം സൊല്യൂഷൻ സൈഡ് ടു സോൾവെന്റ് സൈഡ്, സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്ക് പോകുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ്. നേരെ ഓപ്പോസിറ്റ് ആണ് ഓസ്മോസിസ്, ഫ്രം സോൾവെന്റ് ടു സൊല്യൂഷൻ. മാങ്ങയിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവുക, മാങ്ങ വെള്ളത്തിലേക്ക് പോകുന്നതാണ് ഓസ്മോസിസ്. അപ്പൊ ഇങ്ങനെ മാത്രം ഓർത്ത് വെക്കുക. സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ ദ ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം സോൾവെന്റ് സൈഡ് ടു സൊല്യൂഷൻ, സൊല്യൂഷനിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ അത് ഓസ്മോസിസ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്ക് പോകുന്നു. ഓക്കെ, ഇത് എപ്പോഴാ പോവാ? ഇത് പോകുന്നത് വെൻ പ്രഷർ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ, നല്ല ഹൈ ഓസ്മോട്ടിക് പ്രഷർ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഹൈ ഓസ്മോട്ടിക് പ്രഷർ എവിടെ വരണം? സൊല്യൂഷൻ സൈഡിൽ വരണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക. സൊല്യൂഷൻ സൈഡിലെ, മനസ്സിലാക്കി പഠിക്കട്ടെ എല്ലാവരും, സൊല്യൂഷൻ സൈഡിലെ ഹൈ ഓസ്മോട്ടിക് പ്രഷർ വന്നു എന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രഷർ കൂടിയെന്നുണ്ടെങ്കിൽ, വെൻ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ വലുത് ഇവിടെ വന്നു എന്നുണ്ടെങ്കിൽ സോൾവെന്റ് എവിടുന്ന് പോവും? സോൾവെന്റ് മൂവ്സ് ഫ്രം സൊല്യൂഷൻ സൈഡിൽ നിന്ന് എവിടേക്ക് പോവും? സോൾവെന്റ് സൈഡിലേക്ക് പോകുന്നു. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ ഷോർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചോ, ഫ്ലോ ഓഫ് പ്യുവർ സോൾവെന്റ് ആണ് പോണത് കേട്ടോ. പോണ ആളാരാ? പ്യുവർ സോൾവെന്റ് ആണ്. സോ ഫ്ലോ ഓഫ് പ്യുവർ സോൾവെന്റ് ഫ്രം സൊല്യൂഷൻ സൈഡ് ടു സോൾവെന്റ് സൈഡ് when large osmotic pressure is applied. വലിയ പ്രഷർ എവിടെ അപ്ലൈ ചെയ്യണം? ഓൺ സൊല്യൂഷൻ സൈഡ്. സൊല്യൂഷൻ സൈഡിലെ ഈ ഭാഗത്ത് ഹൈ പ്രഷർ വരണം. ഇത് ഏതിൽ കൂടെ പോവാ? ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്നൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോൾ പ്യുവർ സോൾവെന്റ് ഫ്ലോ ഫ്രം സൊല്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. സോ ഇങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോ. ലാർജ് ഓസ്മോട്ടിക് പ്രഷർ, കുറച്ച് ടേംസ് ഓർത്ത് വെക്കുക. ലാർജ് ഓസ്മോട്ടിക് പ്രഷർ വേണം, സോൾവെന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്, സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്കാണ് പോണത്. ഏതിൽ കൂടെ? ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇതിന്റെ എക്സാമ്പിൾ ഡിസലിനേഷൻ ഓഫ് സീ വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടർ പ്യൂരിഫിക്കേഷൻ ഒക്കെ റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ടാണ് കേട്ടോ. റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ടാണ് അവിടെ ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ലാർജർ ഓസ്മോട്ടിക് പ്രഷർ വരണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സോൾവെന്റിൽ നിന്ന് സോൾവെന്റ് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിലേക്കാണ് പോകുന്നത്. ഒഴുകണ ആള് സോൾവെന്റ് ആണ്, സൊല്യൂഷനിൽ നിന്നാണ് പോണത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെന്റ്സ് ആർ യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ മെനി റിയാക്ഷൻ. ട്രാൻസിഷൻ എലമെന്റ്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ പാടാണ്. ട്രാൻസിഷൻ എലമെന്റ്സുകളെല്ലാം, അതായത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റുകളെല്ലാം കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ആർ ദ റിയാക്ഷൻ ഫോർ ദർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? വാട്ട് ആർ ദ റീസൺ? ഞാൻ എഴുതിയതല്ല ഇത്, ഞാൻ എഴുതാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് കത്തുന്നില്ല. വാട്ട് ആർ ദ റീസൺസ്? ഞാൻ റിയാക്ഷൻസ് എന്നാണ് വായിച്ചത്. വാട്ട് ആർ ദ റീസൺസ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ പല റിയാക്ഷനിലും N2 + 3H2 gives 2NH3 എന്നൊക്കെ പറഞ്ഞ പല റിയാക്ഷനിലും മുകളിൽ നമ്മളിങ്ങനെ ഓരോരുത്തരെ എഴുതും.
ഈ ഏറോ മാർക്കിന്റെ മുകളിലെ ഓരോന്ന് തന്നെ വരും. അവരാണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവര് ശരിക്കും ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഏരോ മാർക്കിന് മുകളിലൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? കാരണം ഇത്രയേ ഉള്ളൂ. ട്രാൻസിഷൻ എലമെന്റ്സ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഡ്യൂ ടു എന്തുകൊണ്ടാ? ലാർജ് സർഫസ് ഏരിയ, എബിലിറ്റി ടു ഫോം കോംപ്ലക്സ്, എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർക്ക് സർഫസ് ഏരിയ കൂടുതലാണ്, അവർക്ക് പല കോംപ്ലക്സുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എബിലിറ്റി ടു ഫോം കോംപ്ലക്സസ് ആൻഡ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പല രീതിയിൽ അവർക്കുണ്ട്. ഇതെല്ലാം ആരുടെ പ്രത്യേകതയാണ്? ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അവർ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് തന്നെയാണ് ഇവിടെ അസറ്റിക് ആസിഡ്. അപ്പോൾ കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് HAC എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. HACയുടെ കാണണം. തന്നിട്ടുള്ളത് NaCl, HCl, NaAC. നിങ്ങൾക്കിതിപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ നോട്ട് എം. ലാംഡ നോട്ട് എം ഓഫ് ആരെ കണ്ടുപിടിക്കണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HAC. HAC എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആരൊക്കെ തന്നിട്ടുണ്ട് നോക്കി നിങ്ങൾ. NaCl തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്, NaAC മൂന്നെണ്ണം. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl തന്നിരിക്കുന്നു 126.4. അടുത്തത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl തന്നിരിക്കുന്നു 425.9. ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് NaAC, ഇവരുടെ 91.0. ഈ മൂന്ന് ആൾക്കാരുടെ തന്നിട്ട് ഇതിൽ നിന്ന് HACയുടെ കാണാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് NaCl, HCl, NaAC ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് HAC കിട്ടണം. ഇത് മൂന്ന് ഉപയോഗിച്ച് എങ്ങനെ HAC കിട്ടും? അസറ്റിക് ആസിഡ് എങ്ങനെ കിട്ടും? H വേണം, AC വേണം. അപ്പൊ H ഉള്ള ആളെടുത്തോ. അപ്പൊ HClന്റെ കൂടെ ആരും കൂടി വേണം? AC ഉള്ള ആളെടുത്തോ. അപ്പൊ HCl എന്നാണ്. അപ്പൊ ആദ്യം H ഉള്ള ആളെടുക്കുക, HCl. പിന്നെ AC ഉള്ള ആളെടുത്തോ, NaAC. പക്ഷെ ഇതിൽ ആര് നമുക്ക് വേണ്ട? നമുക്ക് Hഉം ACയും മതി. ആര് വേണ്ട? NaCl വേണ്ട. അപ്പൊ ഇതിൽ നിന്ന് ആരെ കളയാ? NaCl കളയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് HACയുടെ ആണ് ചോദ്യം. അതിന് വേണ്ടി നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl എടുക്കുക. H വേണമല്ലോ, അപ്പൊ HCl എടുക്കുക. H ഉപയോഗിച്ചിട്ടുള്ള ആള് HCl. പിന്നെ AC വേണം. AC ഉള്ളത് ആർക്കാണ്? NaACക്കാണ്. അപ്പൊ അത് രണ്ടും എടുത്തു. ഓക്കെ, നമുക്ക് HAC ആണ് വേണ്ടോ. അപ്പൊ H ഉള്ള ആളെടുത്തു, AC ഉള്ള ആളെ എടുത്തു. പക്ഷെ ഇതിൽ നമുക്ക് ആര് വേണ്ട? ഇതിൽ ശല്യമായിട്ട് കിടക്കുന്നത് ആരാ? Clഉം വേണ്ട, നമുക്ക് NAയും വേണ്ട. നമുക്ക് Hഉം ACയും മതി. അപ്പൊ ഇതിൽ നിന്ന് ആരെ കുറച്ച് കളയാ? NaCl കുറയ്ക്കുക. ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക, കൂട്ടുക, കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HAC ഈക്വൽ ടു ആദ്യം HClന്റെ കൊടുത്ത HCl എത്രയാണ്? 425.9 കൂടെ ആര് കൂട്ടുക? NaAC കൂട്ടുക. NaAC എത്ര വന്നിട്ടുള്ളത്? 91.0. അതിൽ നിന്ന് ആരെ കുറയ്ക്കുക? NaClന്റെ കുറയ്ക്കുക 126.4. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും 390.5. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ എന്താ സ്റ്റെപ്പ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NaHന്റെ, അതായത് അസറ്റിക് ആസിഡ് ആണ്, HACയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, HACയുടെ ആണ് കാണേണ്ടത്. HACയുടെ കാണുന്നത് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് HClഉം NaACയും തമ്മിൽ കൂട്ടുക, അതിന് NaCl കുറയ്ക്കുക. അത് ചെയ്യട്ടെ. അപ്പൊ ഇത് ഓർത്ത് വെച്ചോളൂ. ഇത് മൂന്നും എടുത്ത് എഴുതുക. മൂന്ന് ആൾക്കാരെ തന്നത് എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മൾ നോക്കുക, കിട്ടുന്നത് HACയുടെ ആണ്. അപ്പൊ HClന്റെ കൂടെ AC വരുന്ന NaC കൂട്ടിയിട്ട് അതിലെ വേണ്ടാത്ത NaCl കുറച്ച് കളയാം കേട്ടോ. മൂന്ന് വാല്യൂസും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസറായി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫ്രം ethanol acetone mixture solute solvent interaction is weaker than solute and solvent interaction.
അതായത് എത്തനോൾ പ്ലസ് അസറ്റോൺ എന്ന് പറഞ്ഞ ഒരാളെ നമുക്കിവിടെ തന്നിരിക്കുകയാണ്. എത്തനോൾ പ്ലസ് അസറ്റോൺ. ഈ എത്തനോൾ പ്ലസ് അസറ്റോൺ ആരാ നിങ്ങൾക്ക് അറിയണം. എത്തനോളും അസറ്റോണും ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നിർബന്ധമായിട്ടും ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും പഠിക്കണം. ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത എക്സാമ്പിൾ, ഇപ്പൊ ഹെക്സേനും ഹെപ്റ്റേനും വന്നാൽ അത് ഐഡിയൽ ആണ്. ബ്രോമോ ഈത്തേനും ക്ലോറോ ഈത്തേനും 3 എക്സാമ്പിൾ ഇപ്പൊ തന്നെ വേണേൽ പഠിച്ചോ കേട്ടോ. ഇത് 3 നോക്കി നിങ്ങള്, ഹെക്സേനും ഹെപ്റ്റേനും, ബ്രോമോ ഈത്തേനും ക്ലോറോ ഈത്തേനും, ബെൻസീനും ടോളുവിനും, ഇതൊക്കെ ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ നോൺ ഐഡിയൽ സൊല്യൂഷന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. ഇതിൽ പോസിറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾ ഇപ്പൊ തന്നെ പഠിച്ചോ. ഇതാണ് എത്തനോൾ പ്ലസ് വാട്ടർ, എത്തനോൾ പ്ലസ് അസറ്റോൺ, CCl4 പ്ലസ് ക്ലോറോഫോം, C6H6 അസറ്റോൺ, N-ഹെക്സെയിൻ പ്ലസ് എത്തനോൾ. ഈ പറഞ്ഞ ആൾക്കാരുടെ എന്തിന്റെ എക്സാമ്പിളാ? പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷനിലെ പോസിറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവിന്റെ എക്സാമ്പിൾ 2 ഉള്ളൂ, ഫീനോളും അനിലിനും അസറ്റോണും ക്ലോറോഫോമും. അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എത്തനോൾ പ്ലസ് അസറ്റോൺ എന്ന് വന്നാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താ? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് വലുതായിരിക്കും. എയും ബിയും തമ്മിലുള്ള സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വീക്കർ ആയിരിക്കും, കുറവായിരിക്കും. സൊല്യൂട്ട് സോൾവെന്റിനേക്കാൾ വീക്കാണ് എയും ബിയും, സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ ഇത് പഠിക്കേണ്ട ലൈനാണ്, ഇത് പഠിക്കുക. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ആര്? എത്തനോൾ പ്ലസ് അസറ്റോൺ. അതിപ്പോ പഠിച്ചോ. എത്തനോൾ പ്ലസ് അസറ്റോൺ വന്നാൽ അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. നെഗറ്റീവിന്റെ ഒരു എക്സാമ്പിൾ ആരാ? അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ആണ് കേട്ടോ. അസറ്റോണും ക്ലോറോഫോമും. അപ്പൊ എത്തനോളും അസറ്റോണും വന്നാൽ ഇപ്പൊ തന്നെ ഉറപ്പിച്ചോ, എത്തനോൾ അസറ്റോൺ വന്നാൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ വിത്ത് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അതിന്റെ ഒരു പോയിന്റ് എന്താണ്? സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് ആർ വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷനേക്കാൾ വീക്കാണ് എയും ബിയും തമ്മിലുള്ളത്. ഇപ്പൊ എ ആൻഡ് ബി, സൊല്യൂട്ടും സോൾവെന്റും അതിനേക്കാൾ വീക്കാണ്. ഒന്നാമത്തെ, ഡസ് ദിസ് സൊല്യൂഷൻ ഒബേ റോൾസ് ലോ? ഇത് റോൾസ് ലോ ഒബേ ചെയ്യോ? ഇല്ല. ഇതൊരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. എത്തനോളും അസറ്റോൺ എന്ന് പറഞ്ഞാൽ നോൺ ഐഡിയൽ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഡസ് നോട്ട് ഒബേ റോൾസ് ലോ. പഠിച്ചു വെക്കുക, ഇപ്പൊ തന്നെ പഠിക്കുക. എന്താ നോൺ ഐഡിയൽ സൊല്യൂഷൻ? ദ സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ റോൾസ് ലോ. റോൾസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരാണ്. The solution which do not obey ചെയ്യുന്നില്ല, do not obey Rolle's law. Rolle's law അനുസരിക്കാത്ത സൊല്യൂഷൻസ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ് എത്തനോൾ പ്ലസ് അസറ്റോൺ. ഡ്രോ ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദ സൊല്യൂഷൻ. ഇതിലെ വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ രണ്ടും കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാൻ. ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ, പോസിറ്റീവ് ഡീവിയേഷൻ ട്ടോ. അപ്പോൾ അതിന്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ആക്ച്വലി വരിക. ഈ ഗ്രാഫ് ഞാൻ ഇവിടെ കാണിക്കാം. ഇതാണ് കേട്ടോ ഗ്രാഫ്. എന്തിന്റെ ഗ്രാഫാണ്? വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള ഗ്രാഫാണ്. മുകളിലേക്ക് വരയ്ക്കുക കേട്ടോ. ഓക്കെ, സംഭവം ഇത് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വരയ്ക്കുക, ഒരു ബോക്സ് വരയ്ക്കുക. താഴെ നിങ്ങൾ കൊടുക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ വേപ്പർ പ്രഷർ കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. ഇത് ഇങ്ങോട്ട് വരയ്ക്കുക, മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. അതൊന്ന് നീറ്റായിട്ട് വരയ്ക്കുക. ഞാനിവിടെ കാണിച്ചു തരാം. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. ഇപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ പേജ് നിങ്ങൾ പഠിക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിളുകളും ഈ ഗ്രാഫും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. മറക്കരുത്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ താഴത്തേക്കും കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എക്സാമ്പിൾ ഫീനോൾ, അലിനിൽ ആൻഡ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് മറക്കട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് അബ്നോർമൽ മോളാർ മാസ്? എന്താണ് അബ്നോർമൽ മോളാർ മാസ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, കുറച്ച് ആൾക്കാരൊക്കെ തന്നിട്ട്
അതിലെ വോൺ ഹോ ഫാക്ടർ വരെ ഓരോന്നിലും എന്താണ് എന്നാണ് ചോദ്യം. വോൺ ഹോ ഫാക്ടർ ഇതിലൊക്കെ എന്ത് വരും? അപ്പൊ നമുക്ക് ആദ്യം വാട്ട് ഈസ് അബ്നോർമൽ മോളാർ മാസ്, എന്താണ് അബ്നോർമൽ മോളാർ മാസ് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ദ മോളാർ മാസ് ഒബ്റ്റെയിൻഡ് ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോളാർ മാസ് ഒബ്റ്റെയിൻഡ് ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് ആണ് എന്ത്? അബ്നോർമൽ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ മോളാർ മാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഇൻകറക്റ്റ് ആയിരിക്കും. ഇതിന് കാരണം അസോസിയേഷനും ഡിസോസിയേഷനും കാരണമാണ്. ഇത്തരം മോളാർ മാസ് ആണ് അബ്നോർമൽ മോളാർ മാസ്. മനസ്സിലാക്കി പഠിക്കുക. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ദ മോളാർ മാസ് ഒബ്റ്റെയിൻഡ് ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, അത് പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസ് ഇൻകറക്റ്റ് ആണ്. കാരണം അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ, 2 കാരണങ്ങളാണുള്ളത്. ഇത്തരം മോളിക്കുലാർ മാസ് ആണ് അബ്നോർമൽ മോളാർ മാസ്. ദ മോളാർ മാസ് ഒബ്റ്റെയിൻഡ് ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് ബിക്കം ഇൻകറക്റ്റ്. തെറ്റാണ് അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ, കാരണം അസോസിയേഷനോ ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾ. സോ സച്ച് മോളാർ മാസ്, അങ്ങനെ തെറ്റ് കിട്ടിയ ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയ മോളാർ മാസ് ആണ് അബ്നോർമൽ. ആ വാക്കിൽ തന്നെ ഉണ്ട് അബ്നോർമൽ. ഇനി ഇവിടെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ബൈ ഗിവിംഗ് ദ വാല്യൂസ് ഓഫ് വോൺ ഹോ ഫാക്ടർ. നമുക്ക് ഈ അബ്നോർമൽ മോളാർ മാസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ഹൗ ക്യാൻ ബി കറക്റ്റ് അബ്നോർമൽ മോളാർ മാസ്? അപ്പൊ എന്താ? വോൺ ഹോ ഫാക്ടർ ഐ ഉപയോഗിച്ച് നമുക്ക് എന്ത് കറക്റ്റ് ചെയ്യാം? അബ്നോർമൽ മോളാർ മാസ് കറക്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ തന്നിട്ടുണ്ട്, ഈ ആൾക്കാരുടെ ഐ കണ്ടുപിടിക്കാം. സോ വോൺ ഹോ ഫാക്ടർ ഐ, ഇവിടെ എന്താ നമുക്ക് കിട്ടുന്നത്? ഐ കാണണം, കംപ്ലീറ്റ് ഡിസോസിയേഷൻ ചെയ്തിട്ട് വേണം കാണാൻ. അപ്പൊ കെ സി എൽ അങ്ങനെ 2 ആയി. ഇതിന്റെ ആൻസർ ഇതാണ്. കെ സി എല്ലിന്റെ വോൺ ഹോ ഫാക്ടർ 2. കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, കെയും സി എല്ലും 2 ആള്. അടുത്ത എയിലും NO3 3യും. ഇതെങ്ങനെ ആയത്? ഇതെങ്ങനെ നമുക്ക് വന്നത്? എയിൽ ഒരെണ്ണം വരും, അതുപോലെ NO3 3 എണ്ണം ഉണ്ട്. 3 NO3 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 എന്ന് വരും. സോ ഡിസോസിയേറ്റ് ചെയ്തപ്പോ മൊത്തം എത്ര എണ്ണമായി? 4 എണ്ണം. ഇനി Na2SO4 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? Na ഒരെണ്ണം, SO4 2 എണ്ണം. Na2 എന്നുള്ളത് ഇങ്ങനെയാവും കേട്ടോ. NAയും 2 NAയും SO4 എന്ന് പറയുമ്പോൾ മൊത്തം 2ഉം ഇവിടെ SO4 ഒരെണ്ണം 3. Al2SO4 3, Al 2 എണ്ണം, ഇനി SO4 3 എണ്ണം, SO4 അപ്പൊ മൊത്തം 5 എണ്ണം. അപ്പൊ ഇത് പഠിക്കുക. അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. It is calculated by colligative property. The molar mass obtained by colligative property. Colligative property ഉപയോഗിച്ച് കിട്ടുന്ന മോളാർ മാസ് ആണ് അബ്നോർമൽ. അത് കറക്റ്റ് ചെയ്യാൻ വോൺ ഹോ ഫാക്ടർ ആണ്. ആ വോൺ ഹോ ഫാക്ടർ ഐ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു ചോദ്യം കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കി വെക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ അബ്നോർമൽ മോളാർ മാസിന്റെ കാരണം എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യം. വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? റൈറ്റ് ദ നെയിം ഓഫ് എനി 2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എക്സാമ്പിൾ ചെയ്താ. ഇനി വിച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് മോളാർ മാസ്? മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന്. അപ്പൊ ആദ്യം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താന്ന് പഠിച്ചോളൂ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ, നോട്ട് ദെയർ നേച്ചർ. നമ്പർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണം ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം. അപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടു, ആ ഉപ്പിന്റെ എണ്ണം, അല്ലാണ്ട് അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. So colligative properties are property which depends only on number of solute particle. നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, നോട്ട് ദ നേച്ചർ. ഏതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? 4 എണ്ണം പഠിക്കണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ തന്നെ പഠിച്ചു 4 എണ്ണം കേട്ടോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്,
ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നല്ലത്? ഈ 4 മോളാർ മാസ് കാണാൻ നല്ലത് ഏതെന്ന് അറിയോ? ഓസ്മോട്ടിക് പ്രഷർ ആണ് കേട്ടോ. ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടുക? കറക്റ്റ് മോളാർ മാസ് കിട്ടുക. ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്നോർമൽ മോളാർ മാസ് കിട്ടും. സോ ദ മോളാർ മാസ് ഒബ്റ്റെയിൻഡ് ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇൻകറക്റ്റ്. ദാറ്റ് മോളാർ മാസ് ഇസ് നോൺ ആസ് അബ്നോർമൽ. കറക്റ്റ് ചെയ്യാൻ വോൺ ഹോഫ് ഫാക്ടർ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. റസ്റ്റിംഗ് ഓഫ് അയോൺ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽ ഓൺ ഇറ്റ്സ് സർഫസ്. റസ്റ്റിംഗ് എന്നുള്ള ഭാഗം ഇത് വരുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് റസ്റ്റിംഗ് ഓഫ് അയോൺ. റസ്റ്റിംഗ് അത് കെമിക്കൽ കൈനറ്റിക്സ് അല്ല, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ പാടാണ് കേട്ടോ. റസ്റ്റിംഗ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്താണ് റസ്റ്റിംഗ്? റസ്റ്റ് ആവുക, റസ്റ്റിംഗ് ഓഫ് അല്ലെങ്കിൽ കൊറോഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പഠിച്ചോളൂ. ഇതാണ് കൊറോഷന്റെ ഡെഫിനിഷൻ. എനി പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് കോൺസിക്വന്റ് ലോസ് ഓഫ് സോളിഡ് മെറ്റാലിക് മെറ്റീരിയൽ ബൈ റിയാക്ഷൻ വിത്ത് മോയ്സ്ചർ ആൻഡ് അതർ ഗ്യാസസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ്, മോയ്സ്ചർ ഇതെല്ലാം സോളിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാം. എന്നിട്ട് ആ മെറ്റലിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുക. സോ എനി പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ, നശിക്കുക, മെറ്റലുകൾ നമ്മൾ ഇരുമ്പ് തുരുമ്പടിക്കുക, ജനലിന്റെ കമ്പികൾ തുരുമ്പാവുക, പിന്നെ സിൽവർ ഒക്കെ ടാർണിഷ്, നമ്മൾ പാദസരങ്ങളൊക്കെ നമ്മൾ കളർ പോവുക, ഇതൊക്കെ എന്താണ്? കൊറോഷനാണ്. അപ്പൊ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രക്ഷൻ, നശിക്കുക. ഡിസ്ട്രക്ഷൻ ഓഫ് സോളിഡ് മെറ്റൽസ് നശിച്ചു പോവാട്ടോ. ആര് കാരണം? എയറും അറ്റ്മോസ്ഫിയർ ഒക്കെ കാരണം. നമ്മൾ തുറന്നു വെക്കുമ്പോൾ എയറുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവണേ. സോ എനി പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് കോൺസിക്വന്റ് ലോസ് ഓഫ് സോളിഡ് മെറ്റൽ നഷ്ടപ്പെട്ടു പോവുക. കാരണം ബൈ ദ റിയാക്ഷൻ വിത്ത് മോയ്സ്ചർ ആൻഡ് ദ ഗ്യാസസ് പ്രസന്റ് ഇൻ ദാറ്റ്. നമുക്ക് എയർ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും, എയറിലെ വെള്ളവും അവിടുത്തെ ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ നശിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയണും ടാർണിഷിംഗ് ഓഫ് സിൽവറും. ഇത് രണ്ടും എന്തിന്റെ എക്സാമ്പിൾ ആണ്? കൊറോഷൻ. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ചോദ്യം കൊറോഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയോൺ, കൊറോഷന്റെ എക്സാമ്പിൾ ആണ് റസ്റ്റിംഗ് ഓഫ് അയോൺ. ഈ റസ്റ്റിംഗ് ഓഫ് അയോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ റൈറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് റസ്റ്റിംഗ്. റസ്റ്റിംഗിന്റെ സമയത്തുള്ള ആനോഡും കാഥോഡും റിയാക്ഷൻ എഴുതാൻ. ഇരുമ്പ് തുരുമ്പടിക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ എഴുതാൻ എങ്ങനെ എഴുതാം? Fe2+ ആവും, 4 ഇലക്ട്രോൺസ് പോവും. ഓക്സിജൻ ആ 4 ഇലക്ട്രോൺസും ഹൈഡ്രജൻസും ചേർന്നിട്ട് വാട്ടർ ഫോം ചെയ്യും. ഇത് പഠിച്ചു വെക്കുക. Fe2+ ആവും, O2ഉം ഹൈഡ്രജനും ചേർന്ന് വാട്ടർ ഫോം ചെയ്യും. പഠിച്ചു വെക്കണം കേട്ടോ. O2ഉം 4 ഹൈഡ്രജനും ആ 4 ഇലക്ട്രോൺസും കൂടി വാങ്ങി അവര് വെള്ളമായിട്ട് മാറും. അയേണിൽ നിന്ന്, നമ്മൾ ഇരുമ്പിൽ നിന്ന് 4 ഇലക്ട്രോൺസ് പോവും. മെറ്റൽസ് ലോസ് ആവും. സിമ്പിൾ ആയിട്ട് കൊറോഷൻ എന്താന്ന് ചോദിച്ചാൽ ലോസ് ഓഫ് മെറ്റൽ ബൈ റിയാക്ടിങ് വിത്ത് എയറുമായിട്ട് ചേരുമ്പോൾ നഷ്ടപ്പെടുന്നു. കൊറോഷൻ എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയേണും ടാർണിഷിംഗ് ഓഫ് സിൽവറും. Ag എന്ന് പറഞ്ഞ സിൽവർ. അതിൽ അപ്പൊ ആനോഡും കാഥോഡ് റിയാക്ഷൻസ് പഠിക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് എനി 2 മെത്തേഡ് യൂസ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് അയോൺ. അതായത് അയോൺ, റസ്റ്റിംഗ് ഓഫ് അയോൺ, ഇരുമ്പ് തുരുമ്പാവുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ തടയാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാം. ഒന്ന്, the method to prevent corrosion of മെറ്റൽസിന്റെ കൊറോഷൻ നമുക്ക് തടയണമെങ്കിൽ ഗിവിംഗ് ഒരു കോട്ടിങ് ചെയ്യാം. ഗിവിംഗ് എ നോൺ മെറ്റാലിക് കോട്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് അയൺ വിത്ത് പെയിന്റ് അടിക്കുക, വാർണിഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. കോട്ടിംഗ് വിത്ത് പെയിന്റ് നെയ്തൽ മാർക്കാണ്. അതുപോലെ ഇലക്ട്രോ പോസിറ്റീവ് വേറെ മെറ്റൽ വെച്ചിട്ട് കോട്ട് ചെയ്യുക. കോട്ടിംഗ് ദ അയേൺ സർഫസ് വിത്ത് ഇലക്ട്രോ പോസിറ്റീവ് ലൈക്ക് സിങ്ക് ഓർ മെഗ്നീഷ്യം. സിങ്കോ മെഗ്നീഷ്യം വെച്ച് എന്ത് ചെയ്യുക? കോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആന്റി റസ്റ്റ് സൊല്യൂഷൻ, റസ്റ്റിങ് സംഭവിക്കാണ്ടിരിക്കാനുള്ള സൊല്യൂഷൻ, ആന്റി റസ്റ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുക. അതുപോലെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനും യൂസ് ചെയ്യാം. അപ്പൊ പെയിന്റ് അടിക്കുക, കോട്ട് ചെയ്യുക, ആന്റി റസ്റ്റ് ഉപയോഗിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത ചോദ്യം, ഹൗ ഡു യു പ്രിപ്പയർ K2Cr2O7 ഫ്രം ക്രോമൈറ്റ് ഓർ? K2Cr2O7 നിന്ന് എങ്ങനെ നമുക്ക് ക്രോമൈറ്റ് ഓർ ഉണ്ടാക്കാനായിട്ട് പറ്റും? അപ്പൊ അതിനു വേണ്ടി പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ നിന്നാണ് നമ്മൾ ക്രോമൈറ്റ് ഓർ ഉണ്ടാക്കുക. അപ്പൊ ചോദിക്കും എങ്ങനെ നമുക്ക് K2Cr2O7 ഉണ്ടാക്കാം? ഹൗ ക്യാൻ യു പ്രിപ്പയർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിലെയാണ് ഈ ചോദ്യം. ഹൗ ക്യാൻ യു പ്രിപ്പയർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്?
പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഫോർമുല എന്താണ്? K2Cr2O7. അപ്പൊ അതിനു വേണ്ടി പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. ക്രോമൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ FeCr2O4ൽ നിന്നാണ്. ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഈ ക്രോമൈറ്റ് ഓറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് ഫ്യൂഷൻ ചെയ്യാം. സോ ഫ്യൂഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ വിത്ത് സോഡിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എയർ. നമ്മൾ പറഞ്ഞ ഇതിൽ നിന്നാണ് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുക. K2Cr2O7 ആണ് ആവശ്യം. ഇത് ഉണ്ടാക്കുക എവിടെ നിന്നാണ്? FeCr2O4ൽ നിന്നാണ്. ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് ഉണ്ടാക്കുക. ആ ക്രോമൈറ്റ് ഓറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എയർ. ഫ്യൂഷൻ ചെയ്യാണ് അവിടെ. സോ ഇറ്റ് ഫോം സോഡിയം ക്രോമേറ്റ് ഉണ്ടാവും. അപ്പോൾ Fe ക്രോമൈറ്റ് ഓറ് ഇപ്പൊ എന്തായി? സോഡിയം ക്രോമേറ്റ് ആയി. അത് ആരെ ആഡ് ചെയ്തപ്പോൾ? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോൾ സോഡിയം ക്രോമേറ്റ് ആയി. ഇനി സോഡിയം ക്രോമേറ്റിന് അസിഡിഫിക്കേഷൻ ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് H2SO4 വെച്ചിട്ട് അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. ഈ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ച് ആഡ് ചെയ്താൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയി. K2Cr2O7 ആയി. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്പ്? അത് എഴുതുക. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 is prepared from ക്രോമേറ്റ് ഓർ. ക്രോമേറ്റ് ഓറിൽ നിന്നാണ് ഉണ്ടാക്കുക. ആദ്യം ക്രോമേറ്റ് ഓറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് ഫ്യൂഷൻ ചെയ്യുക. അപ്പൊ സോഡിയം ക്രോമേറ്റ് ആയി. സോഡിയം ക്രോമേറ്റിലേക്ക് അസിഡിഫിക്കേഷൻ ചെയ്താൽ സോഡിയം ഡൈക്രോമേറ്റ് ആയി. സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്താൽ അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയി. പൊട്ടാസ്യം കിട്ടണമെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ചേർക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു. ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വലിയ വലിയ പാരഗ്രാഫ് ആയിട്ടാവും നിങ്ങളുടെ ബുക്കിലൊക്കെ ഉണ്ടാവുക. ഷോർട്ടായിട്ട് ഇങ്ങനെ പഠിക്കാം. അടുത്ത ചോദ്യം, റൈറ്റ് ഇൻ 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ബന്ധം, ഡിഫറൻസ് എഴുതാൻ. ഓർഡർ എന്ന് പറഞ്ഞാൽ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ്. നമ്മളൊരു റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതും. റേറ്റ് ലോ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതുക. കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി എന്നൊക്കെ എഴുതിയിട്ട് മുകളിൽ വല്ല നമ്പറുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എഴുതും. ഇതാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ. ഈ റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്ന് മുകളിലത്തെ നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, സീറോ ഓർഡർ ഉണ്ട്, ഫ്രാക്ഷണൽ ഓർഡർ ഉണ്ട്, ഹാഫ് ഓർഡർ, അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. അതൊരു എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ചതാണ്. അത് സീറോ വരാം, ഫ്രാക്ഷൻ വരാം. ഇത് നമുക്ക് എലിമെന്ററി റിയാക്ഷൻസിനും കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസിനും അപ്ലൈ ചെയ്യാം. സോ എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്ക് ചോദിക്കും. ഡിഫൈൻ ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ എന്ന് പറയുന്നത് കൂട്ടുക. സം ഓഫ് പവേഴ്സ്, പവറുകളെ തമ്മിൽ കൂട്ടുക. പവർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ആൾക്കാരെ തമ്മിൽ കൂട്ടുക. 1ഉം 2 ആണെങ്കിൽ 1ഉം 2ഉം കൂടി കൂട്ടുക. സോ ഇറ്റ് ഈസ് എ പവർ, ഇറ്റ് ഈസ് സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന് മുകളിലുള്ള നമ്പർ കൂട്ടുകയാൽ കിട്ടുന്നതാണ് ഓർഡർ. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. സീറോ ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്. ഇത് എവിടെയൊക്കെ അപ്ലിക്കബിൾ ആണ്? എലിമെന്ററിയിലും കോംപ്ലക്സ് റിയാക്ഷനിലും അപ്ലിക്കബിൾ ആണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് കൂട്ടുക. ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ ഇങ്ങനെ എടുത്തു, N2 + 3H2 give 2NH3 എന്ന് എടുത്തു. ഇതിന്റെ മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞാൽ ഇതിൽ എത്ര ഉണ്ടോ അത് എണ്ണുക. ഒരു നൈട്രജനും 3 ഹൈഡ്രജനും, 1ഉം 3ഉം 4 ആണ് മോളിക്കുലാരിറ്റി. മറ്റോടത്ത് അങ്ങനെയല്ല, റേറ്റ് എഴുതണം. റേറ്റ് എഴുതിയിട്ട് വേണം മുകളിലത്തെ കൂട്ടാൻ. അതാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിലെ എല്ലാ റിയാക്ടിങ് സ്പീഷീസുകളുടെ ടോട്ടൽ എണ്ണം. ഇവരുടെ ഇത് നോക്കരുത്, ഇവിടുത്തെ എണ്ണം. ഒരു നൈട്രജനും 3 ഹൈഡ്രജനും, സോ 4 ആണ് മോളിക്കുലാരിറ്റി. ഇത് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്, തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്, തിയററ്റിക് ആണ്. ഇത് 0 വരാൻ പാടില്ല, ഫ്രാക്ഷനും വരാൻ പാടില്ല. ഇവിടെ 0 ഫ്രാക്ഷൻ വരാം, ഇവിടെ വരാൻ പാടില്ല. മോളിക്കുലാരിറ്റി ഒരിക്കലും 0 ആവില്ല, ഫ്രാക്ഷനും ആവില്ല. ഇത് എലിമെന്ററി റിയാക്ഷൻസിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, കോംപ്ലക്സ് റിയാക്ഷനിൽ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അതിന്റെ എക്സാമ്പിൾ എഴുതാൻ. ദ റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നുള്ള അർത്ഥമാണ്. കള്ളൻ, അതായത് വ്യാജൻ. കാണുമ്പോൾ തോന്നും നല്ല ആളാണ്, പക്ഷെ ശരിക്കും പൊട്ട ആളായിരിക്കും. അതാണ് സംഭവം. വ്യാജനാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ഹയർ ഓർഡർ ആണ്, പക്ഷെ ഇത് ആക്ച്വലി ഒരു ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ലോവർ ഓർഡർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ.
എക്സാമ്പിൾ പഠിക്കണം. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. രണ്ടും സ്യൂഡോ കള്ളനായിട്ടുള്ള സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ എക്സാമ്പിൾ ആണ്. കെയിൻ ഷുഗറും എസ്റ്ററും മറക്കരുത്. അടുത്ത ചോദ്യം, ഈ ഗ്രാഫ് വന്നിട്ട് ഇത് ഏത് ഓർഡർ ആണെന്നാണ്. ഇവിടെ R0 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു 0 ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫാണ്. മറക്കരുത് 0. ടൈമും കോൺസെൻട്രേഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫ് കേട്ടോ. ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ പറയും, ഡ്രോ ദ ഗ്രാഫ് കണക്ടിങ് കോൺസെൻട്രേഷൻ ആൻഡ് ടൈം ഓഫ് 0 ഓർഡർ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞു, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേര് ഏതാണ്, ബെസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഫ്യൂവൽ സെൽ? എന്താണ് ഫ്യൂവൽ സെൽ? അതിലെ കാഥോഡ് ആനോഡ് റിയാക്ഷൻസ് എഴുതുക, അതിന്റെ അഡ്വാൻറ്റേജ് എഴുതുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വന്നിരിക്കും. ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം ഒന്ന് പഠിച്ചോളൂ, ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ഡയഗ്രാം ഇങ്ങനെയാണ് കേട്ടോ. ഡയഗ്രാം ഇതുപോലെ തന്നെ വരയ്ക്കണം. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഓക്സിജൻ കടത്തിവിടുന്നു, വാട്ടർ പുറത്തേക്ക് കിട്ടുന്നു. ഇത് ആനോഡ്, ഇത് കാഥോഡ്, നെഗറ്റീവും പോസിറ്റീവും. ഇതിന്റെ ഉള്ളിൽ അക്വസ് ഇലക്ട്രോലൈറ്റ് NaOH സൊല്യൂഷൻ ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ് ഇത്. അപ്പൊ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ. ഈ ഡയഗ്രാം മനസ്സിലുണ്ടാവണം. H2O2 ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ, എന്താണ് ഫ്യൂവൽ സെൽ എന്നാണ് ചോദ്യം. ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗാൽവാനിക് സെല്ലാണ്. അതെന്താ ചെയ്യുക, വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീത്തേൻ, മെത്തനോൾ. ഇങ്ങനെയുള്ള ഫ്യൂവൽസുകൾ ഉണ്ടല്ലോ, ഇന്ധനങ്ങൾ, ഹൈഡ്രജൻ ഫ്യൂവല്, മെത്തനെ, മീത്തേന്, മെത്തനോള് പോലെയുള്ള ഇന്ധനങ്ങൾ, അതിനെ കമ്പഷൻ ചെയ്ത് അതിനെ കത്തിച്ച് ഉണ്ടാകുന്ന എനർജീനെ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽ, ഇപ്പൊ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, അതൊരു ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെല്ലാണ്. അതെന്താ ചെയ്യുക, എനർജി ഓഫ് കമ്പഷൻ, കത്തിച്ചിട്ടുള്ള, കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക, ബേൺ ചെയ്യുക. അങ്ങനെ കത്തിച്ചുണ്ടാകുന്ന എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ബാറ്ററി, അങ്ങനത്തെ സെല്ലാണ് ഫ്യൂവൽ സെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടുത്തെ കാഥോഡ് ആനോഡ് റിയാക്ഷൻസ് എഴുതാനാണ് ചോദിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആനോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹൈഡ്രജനും 4 OH ചേർന്നിട്ട് വാട്ടറും 4 ഇലക്ട്രോൺസും പുറത്തേക്ക് പോകും. ഇവിടെ ഓക്സിജനും വാട്ടറും ഇലക്ട്രോൺസും. ഈ ആൾക്കാർ ഇവിടെ എഴുതിയാൽ മതി, കണ്ട. ഇതിനിപ്പുറത്തും എഴുതുക. എന്താ ഞാൻ പറഞ്ഞത്, ഈ ഒരെണ്ണം പഠിക്കുക. ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ, രണ്ടും 4 OH, 4 വാട്ടർ, 4 ഇലക്ട്രോൺസ്. സിമ്പിൾ അല്ലേ? 4 ഹൈഡ്രജൻ, 4 OH, 4 വാട്ടർ, 4 ഇലക്ട്രോൺസ്. ഇവിടെ എന്തുണ്ടാവും, ഓക്സിജന്റെ കൂടെ ഇവര് വരും, വാട്ടറും ഇലക്ട്രോൺസും ഇവിടെ എഴുതുക, 2 കൊടുക്കുക. 2 വാട്ടർ, 4 ഇലക്ട്രോൺസ്. അപ്പൊ ഇപ്പുറത്തെ 4 OH കിട്ടും. അപ്പൊ ഇതൊരെണ്ണം പഠിച്ചിട്ട് ഈ ആൾക്കാർ ഇവിടെ എഴുതുക. ഇത് ഹൈഡ്രജൻ, ഇത് ഓക്സിജൻ ആണ് കേട്ടോ. ഇത് പഠിച്ചേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. ചിലപ്പോൾ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ മാത്രവും ചോദിക്കുക. ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. H2 + O2 gives H2O. 2H2 + O2 give 2H2. ഇത് പഠിച്ചിരിക്കണം, വിട്ടുകളയരുത്. ആനോഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്, 2 ഹൈഡ്രജൻ. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. 2H2 + O2 gives 2H2O ആണ് ഓവറോൾ. മിക്കത് ഓവറോൾ ആണ് ചോദിക്കാൻ ചാൻസ്. എന്നാൽ ഇത് നോക്കി വെച്ചു. ഹൈഡ്രജന്റെ കൂടെ 4 OH, 4 വാട്ടർ, 4 ഇലക്ട്രോൺസ്. ഇവർ ഇവിടേക്ക് കൊടുക്കുക, ഇതിന് ഇവിടേക്ക് കൊടുത്താൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് എഴുതി. അടുത്ത ചോദ്യം, റൈറ്റ് എനി 1 അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്, ഈ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്ന നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ദ സെൽ വർക്ക് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. എത്രത്തോളം റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ഹൈഡ്രജനും ഓക്സിജനും ആണ് നമ്മൾ കടത്തിവിടുക 2 സൈഡിൽ കൂടെ. കണ്ടോ, ഹൈഡ്രജനും ഓക്സിജനും കടത്തിവിടും, വെള്ളം കിട്ടും. സോ ഹൈഡ്രജനും ഓക്സിജനും എത്രത്തോളം കടത്തിവിടുന്നു അത്രത്തോളം അത് വർക്ക് ചെയ്യും. ഇറ്റ് വർക്ക്സ് കണ്ടിന്യൂസ്ലി, അതൊരു ഗുണമാണ്. അടുത്തത്, ഇറ്റ് ഹാസ് ഹയർ എഫിഷ്യൻസി. ബാക്കിയുള്ള കൺവെൻഷണൽ സെൽസ് വെച്ച് നോക്കുമ്പോൾ H2O2 ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആണ്. അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, മലിനീകരണം ഉണ്ടാക്കുന്നില്ല. വാട്ടർ മാത്രമേ ഉണ്ടാവണുള്ളൂ. ആ വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. വാട്ടർ ഒബ്റ്റെയിൻഡ് ഫ്രം H2O2 ഫ്യൂവൽ സെൽ. H2O2 ഫ്യൂവൽ സെല്ലിൽ നിന്ന് കിട്ടിയ വെള്ളം നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. കുറേ ഗുണങ്ങളുണ്ട്. കുറേ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും, ഹൈ എഫിഷ്യന്റ് ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, വാട്ടർ ക്യാൻ ബി യൂസ്ഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് അസിയോട്രോപ്സ്? അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ലിക്വിഡ് മിക്സ്ചർ ആണ്.
രണ്ട് ലിക്വിഡ് ചേർന്നതാണ് എന്ത് അസിയോട്രോപ്പ്. ഹാവിങ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ്. രണ്ട് മിക്സ്ചറുകൾ, രണ്ട് ബൈനറി ലിക്വിഡ് മിക്സ്ചറുകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് എപ്പോഴും ഒരേ കോമ്പോസിഷനാണ്. വെള്ളമായാലും ആവി ആയാലും ഒക്കെ അവർക്ക് ഒരേ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഫോർമുലയാണ്. അവർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരേ ടെമ്പറേച്ചർ കൊടുത്താലും തിളയ്ക്കും. സോ എന്താ അസിയോട്രോപ്പ്? ബൈനറി ലിക്വിഡ് മിക്സ്ചർ ആണ്. സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡ് ആയാലും വേപ്പർ ആയാലും ഒരേ കോമ്പോസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അരീനസ് ഇക്വേഷൻ. എന്താണ് അരീനസ് ഇക്വേഷൻ? ഏതാ? അതിന്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അരീനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കെമിക്കൽ കൈനറ്റിക്സിലെയാണ്. അരീനസ് ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. K equal to AE raised to minus EA/RT. പഠിച്ചു വെച്ചോട്ടോ. AE raised to minus EA/RT. നമുക്ക് ലോഗ് കൊടുത്തിട്ട് എഴുതാം. LNK, LNA. അപ്പൊ ഇത് താഴത്തേക്ക് വരും. അതായത് ഇവിടെ LN കൊടുത്തു LNK, ഇവിടെ LN കൊടുത്തു LNA. ഇനി ഇവിടുത്തെ ഈ പോയിട്ട് മൈനസ് EA/RT എന്നാവും. LN കൊടുക്കുമ്പോൾ E പോകും കേട്ടോ. ഇതിന്റെ ഗ്രാഫ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. അരീനസ് ഇക്വേഷന്റെ ഗ്രാഫ് ചോദിച്ചാൽ ഇതാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ കൊടുക്കുക. ഇവിടെ LNK, ഇത് ഇത് Y ആക്സിസിൽ കൊടുക്കുക. X ആക്സിസിൽ 1/T കൊടുക്കുക. ഉണ്ട് 1/T. ഇവിടെ ഒരു 1/T ഉണ്ട്, താഴെ ഒരു 1/T. ഈ EA/RT എന്നാണ് 1/T X ആക്സിസിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക ഗ്രാഫ്. ഇതിൽ ഇവിടെയാണ് EA/R വരിക. സ്ലോപ്പ് എന്നാണ് നമ്മൾ പറയുക. സ്ലോപ്പ്, ചെരിവ്, EA/R. ഇനി ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് ഇന്റർസെപ്റ്റ്. ഇന്റർസെപ്റ്റ് പറയും, അതായത് ലോഗ് A, LNA. അപ്പൊ ഇതാണ് ഇക്വേഷൻ. K equal to AE raised to minus EA/RT. ഇത് LNK, ഇത് LNA കൊടുക്കുക. E പോയിട്ട് മൈനസ് EA/RT കൊടുക്കുക. ഇത് Y ആക്സിസ് കൊടുക്കുക, ഇത് X ആക്സിസ് കൊടുക്കുക. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഗ്രാഫ് അറിഞ്ഞു വെച്ചോളൂ, അരീനസ് ഇക്വേഷന്റെ ഗ്രാഫ് കേട്ടോ. നോക്കി വെക്കുക എല്ലാവരും. ഇന്റർസെപ്റ്റ് കൂട്ടിമുട്ടുന്നത് LNA, Y ആക്സിസിൽ LNK, X ആക്സിസിൽ 1/T, സ്ലോപ്പ് മൈനസ് EA/R. ഇതിൽ ഓരോ ടേംസും എഴുതണം. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A അരീനസ് പാരാമീറ്റർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നൊക്കെ പേര് വിളിക്കും. EA എന്ന് പറഞ്ഞ ആക്ടിവേഷൻ എനർജിയാണ്. എന്താ ആക്ടിവേഷൻ എനർജി? എനർജി റിക്വയർഡ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവാൻ വേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി കേട്ടോ. എനർജി റിക്വയർഡ് ടു ഫോം, എനർജി റിക്വയർഡ്, എനർജി വേണം എന്തിനെ? ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. ഇത് പഠിച്ചു വെക്കുക. K റേറ്റ് കോൺസ്റ്റന്റ്, A അരീനസ് ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ, EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. ഇത് പഠിച്ചു വെച്ചോ. K equal to AE raised to minus EA/RT. യുടെ മുകളിൽ മൈനസ് EA/RT കൊടുക്കുക കേട്ടോ. അതിലൊരു ചെറിയൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, ഒരു ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് ലാന്തിനോട് കോൺട്രാക്ഷൻ? റൈറ്റ് എനി 2 കോൺസിക്വൻസ് ഓഫ് ലാന്തിനോട് കോൺട്രാക്ഷൻ. എന്താണ് ലാന്തിനോട് കോൺട്രാക്ഷൻ? അതിന്റെ കാരണം എന്താ? അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാന്തിനോട് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈസ് കുറഞ്ഞു വരുന്നതാണ്. റെഗുലർ ഡിക്രീസ് ഇൻ ദ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡി അലോങ് ലാന്തിനോയിഡ് സീരീസ്. ലാന്തിനോയിഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ലാന്താനിയം തൊട്ട് ല്യൂട്ടീഷ്യം വരെ ആറ്റോമിക് നമ്പർ കൂടുന്തോറും ഇവരെ സൈസ് കുറഞ്ഞു വരും. അപ്പൊ എങ്ങനെ എഴുതാ? ദ റെഗുലർ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റംസ് ഫ്രം ലാന്താനിയം ടു ല്യൂട്ടീഷ്യം when we go from left to right across a period. റെഗുലർ ഡിക്രീസ്, സൈസ് കുറഞ്ഞു വരുന്നതാണ് ലാന്തിനോയിഡ് കോൺട്രാക്ഷൻ. The regular decrease in the atomic and ionic radii. Atomic radiusum ionic radiusum കുറഞ്ഞു വരിക. എവിടെ? ഫ്രം ലാന്താനിയം ടു ല്യൂട്ടീഷ്യം, ലാന്തിനോയിഡ് സീരീസിലെ. ഇതിന് കാരണം ഈ ലാന്താനിയം തൊട്ട് ല്യൂട്ടീഷ്യം വരെയുള്ള ആൾക്കാരിലൊക്കെ ആരുണ്ട്? 4f ഇലക്ട്രോൺസുകൾ ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ F എന്ന് പറഞ്ഞ ഷെല്ലുണ്ട്. ആ Fന് ഷീൽഡിങ് എഫക്റ്റ് പുവറാണ്. അവര് മറ പോലെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സൈസ് കുറയാൻ കാരണം. അതായത് ഇവരുടെ ഉള്ളിലൊക്കെ എഫ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. F എന്ന് പറഞ്ഞ ഷെല്ലുണ്ട്. ഈ Fന് പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഷീൽഡിങ് കുറവാണ്. ഇവര് മറ പോലെ നിൽക്കുന്നില്ല. മറ പോലെ നിൽക്കാത്തത് കൊണ്ട് ഇവരെ സൈസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും
ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ ലാന്തനോയിഡ് സീരീസ്, ലാന്താനിയം തൊട്ട് ലൂട്ടീഷ്യം വരെ, LA തൊട്ട് LU വരെ ഇവിടൊക്കെ 4f ഇലക്ട്രോൺസുകൾ ഉണ്ട്. 4f ഇലക്ട്രോൺസുകൾക്ക് പുവർ ഷീൽഡിംഗ് ആണ്, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മറ പോലെ നിൽക്കുന്നില്ല, മറ പോലെ ഇല്ലാത്തതും ഷീൽഡിങ് പുവർ ആയതുകൊണ്ട് അവിടെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുതലാണ്, അവിടെ മറയില്ല. അപ്പൊ ന്യൂക്ലിയസിന് നന്നായി അവർ അട്രാക്ട് ചെയ്ത് വലിച്ചു പിടിക്കുന്നു, അവരുടെ സൈസ് കുറയുന്നു. പിന്നെ വലിച്ചു പിടിക്കുക, ന്യൂക്ലിയസ് ചാർജ് കൂടാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്ന ഇങ്ങനെ വലിച്ചു പിടിക്കുന്നു, വലിച്ചു പിടിക്കുന്നതോറും സൈസ് കുറഞ്ഞു വരുന്നു. സോ റെഗുലർ ഡിക്രീസ് ഇൻ സൈസ്, സൈസ് കുറഞ്ഞു വരുന്നതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിന്റെ കാരണം എന്താണ്? കാരണം പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് കേട്ടോ. 4f എന്ന് പറഞ്ഞ ഷെല്ലുണ്ട്, പുവർ ഷീൽഡിങ് ആണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോൺസിക്വൻസ്? ഒന്നാമത്തെ പ്രശ്നം, സൈസ് കുറഞ്ഞു വരികയാണ് അല്ലെ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈസ് കുറഞ്ഞു വരുന്നു, കാരണം 4f ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ്. ഇതിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും സിമിലർ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയം ആണ്. സെക്കൻഡ് റോയിലും തേർഡ് റോയിലൊക്കെ ഒരേ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള റേഡിയസ് ആണ് ഇവർ രണ്ടുപേർക്കും വരിക. സെക്കൻഡും തേർഡ് റോയിലും സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയം. അതുപോലെ ഇവരെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഇവരെ നമുക്ക് വേർപെടുത്താനും ബുദ്ധിമുട്ടാണ്. സോ ലാന്തനോയിഡുകൾക്ക് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. ദേ ഒക്കർ ടുഗെദർ. ഇവരെ സൈസ് ഒക്കെ ഒരുപോലെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവർക്ക് ഒരേ അയോണിക് ആൻഡ് ആറ്റോമിക് റേഡിയസ് ആണ്, ഇവർക്ക് ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്. അതുകൊണ്ട് ഇവരെ വേർപെടുത്താൻ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൾട്ട്. അതേപോലെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ് ഡിക്രീസസ് ഫ്രം ലാന്താനിയം ടു ലൂട്ടീഷ്യം. ഓക്കെ, അപ്പോൾ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇതിൽ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അരീനസ് ഇക്വേഷൻ, അസിയോട്രോപ്പ്, ഫ്യൂവൽ സെല്ലുകൾ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ, കൊറോഷൻ, വോൺഹോ ഫാക്ടർ, അതുപോലെ കോൾറാഷസ് ലോ വെച്ചിട്ടുള്ള ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന ഭാഗം, റോൾസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ്, ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ കാണണം. എല്ലാവരും താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.